അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ നാളെ ഒ.പി. വിഭാഗത്തിനടക്കം അവധി നൽകാനുള്ള തീരുമാനം പിൻവലിച്ച് എയിംസ് വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. രോഗികൾക്കുണ്ടാകുന്ന അസൗകര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് എയിംസിന്റെ വിശദീകരണം. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, ഇത്തരത്തിൽ എയിംസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് അവധി നൽകുന്നതിന് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് തീരുമാനം പിൻവലിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? വിനീത, എയിംസ് ഉൾപ്പെടെയുള്ള ചില ആശുപത്രികൾക്ക് ദില്ലിയിൽ നാളെ ഈ പ്രാണപ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവധി നൽകിയിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ വിമർശനം വിളിച്ചു വരുത്തി എന്നാണ് യാഥാർത്ഥ്യം. ഇതിൽ കപിൽ സിബൽ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. രാമരാജ്യത്തിൽ പോലും ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്തായിരുന്നു വിമർശനം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും പല മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നൊക്കെ ഇതിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അവധി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എയിംസ് അധികൃതർ നീങ്ങിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ജീവനക്കാർക്ക് നാളെ 2:30 വരെ അവധി നൽകാനായിരുന്നു നേരത്തെ തീരുമാനം എടുത്തത്. എന്നാൽ ഒ.പി. വിഭാഗത്തിനടക്കം നൽകിയ അവധികൾ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു. നടപടി അത് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം രോഗികൾക്കുണ്ടായ അസൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം എന്താണ് ഇതിൽ എയിംസ് ഒരു വിശദീകരണം നൽകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ബി.ജെ.പി. ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അവധി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഒഡീഷയും ഒപ്പം ബി.ജെ.പി. ഭരിക്കാത്ത ദില്ലി, ആം ആദ്മി ഭരിക്കുന്ന ദില്ലി സർക്കാരും നാളെ അവധി പ്രഖ്യാപിച്ചു. എന്താണെങ്കിലും അസം സർക്കാരും ഇപ്പോൾ നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. നാളെ 2:30 വരെ നാളെ മൊത്തത്തിൽ പൊതു അവധിയായിരിക്കും സംസ്ഥാനത്ത്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ അടക്കം 2:30 വരെ നോൺ വെജ് ഭക്ഷണങ്ങൾ നൽകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 മണി വരെ കടകൾ തുറക്കില്ല എന്നും ഇപ്പോൾ എന്താണെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്താണെങ്കിലും പൊതു അവധി സംസ്ഥാനങ്ങൾ കൂടുതൽ നൽകുകയാണ്. പ്രധാനമായും ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ 16 സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അവധി നൽകി കഴിഞ്ഞു. അതിൽ ദില്ലിയും അതോടൊപ്പം ഒഡീഷയും, ബി.ജെ.പി. ഭരിക്കാത്ത ദില്ലിയും ഒഡീഷയും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എയിംസ് അടക്കമുള്ള ചില ആശുപത്രികൾക്കും അവധി നൽകിയ നേരത്തെ വലിയ വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു. മഹാരാഷ്ട്രയിലെ അവധി സംബന്ധിച്ച ഹർജി ഇപ്പോൾ അവധി പിൻവലിക്കണമെന്ന ഹർജി ബോംബെ ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട്. അല്പസമയത്തിനകം തീരുമാനം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും എയിംസിലെ അവധി പിൻവലിച്ചു. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.